നിങ്ങളെ അപ്പോഴല്ല ഉപദേശം എപ്പോഴാരെങ്ങള് യാ ബുനയ്യ ഇന്നഹാ ഇൻ തകു മിസ്കാല ഹബ്ബത്തിൻ മിൻ ഖർദലിൻ ഫതകും ഫീ സഖറത്തിൻ ഔ ഫിസ് സമാവാതി ഔ ഫിൽ അർളി യഅതി ബിഹല്ലാഹ് ഇന്നല്ലാഹ ലതീഫുൻ ഖബീർ. യാ ബുനയ്യ, കുഞ്ഞു മകനെ, സ്നേഹത്തോടു കൂടെ നമ്മുടെ മക്കളെ നമുക്ക് വിളിക്കാൻ പറ്റണം സഹോദരൻ. യാ ബുനയ്യ ഇന്നഹാ ഇൻ തകു മിസ്കാല ഹബ്ബത്തിൻ മിൻ ഖർദലിൻ. സ്നേഹത്തോടെ സഹോദരങ്ങളെ, നമ്മൾ അങ്ങനെ സ്നേഹത്തിൽ വിളിച്ച് പറഞ്ഞാൽ അവർ കേൾക്കും. അപ്പൊ നമ്മളെ ഭാര്യമാരൊക്കെ നമ്മളെ കുട്ടികളെ ഉപദേശിക്കുക എപ്പോഴാണ് ദേഷ്യം വരുന്നത് സമയത്ത്. ആ ഉപദേശിച്ചിട്ട് ഒരു കാര്യമില്ല. പക്ഷെ വളരെ സ്നേഹത്തോടെ നിങ്ങൾ കുട്ടികളോട് പറഞ്ഞുകൊണ്ട് ആ ഉപദേശങ്ങളുടെ ഫലം ഭയങ്കരമാണ് സഹോദരങ്ങൾ, ഭയങ്കര. സാധാരണഗതിയിൽ കുട്ടികൾ ഇങ്ങനെ പറഞ്ഞു കേൾക്കാത്തതിനും ദേഷ്യം പിടിക്കുന്നതിനൊക്കെ എന്ത് ചെയ്യുന്നറിയോ, കുട്ടികൾക്ക് ഉപദേശം കൊടുക്കാൻ വേണ്ടി രക്ഷിതാക്കന്മാർ കൊണ്ടുവരും. രക്ഷിതാക്കന്മാർ കൊണ്ടുവരുമ്പോൾ നമുക്കുള്ള അനുഭവം എന്താണെന്ന് വിചാരിച്ചു. ഇപ്പൊ നമ്മളിപ്പോ ഈ 10, 60, 70 വയസ്സായ മുതിർന്ന ആൾക്കാരെ അവിടെ ഇരിക്കണേ. പക്ഷെ നമ്മൾ ആ കുട്ടികളോട് വർത്താനം പറയുമ്പോൾ അവരുടെ മുഖത്തേക്ക് നോക്കണം, എന്തൊരു ശ്രദ്ധയായിരിക്കും അറിയും. അത്ര ശ്രദ്ധ ഭയങ്കര. ഞാൻ ഇപ്പൊ 2 ക്ലാസ് കഴിഞ്ഞ് വരാണ്, കുട്ടികൾക്കുള്ള ക്ലാസ്. ഞാൻ 1.5 മണിക്കൂർ ഞാൻ ക്ലാസ് എടുത്തിട്ട് മുഖത്തുനിന്ന് കണ്ണെടുക്കാതെ വരിക. ഇവിടെ പോന്ന് പറഞ്ഞാൽ ഓരോരുത്തർ എഴുന്നേറ്റ് പോകണം, ഓരോരുത്തർ വന്നിരിക്കുന്നു, ഓരോരുത്തർ ഉറങ്ങുന്നു ഒക്കെ കാണുന്നുണ്ട്. കുട്ടികളെ വല്ലാത്ത അവസരം. ഞാൻ മനസ്സിൽ നമ്മളെ കുട്ടികൾ എപ്പോഴും നമുക്ക് കുട്ടികളെ ചേർക്കും. നമ്മളെ കുട്ടികൾ എല്ലാ സമയത്തും നമുക്ക് കുട്ടികളായിരിക്കും. പക്ഷെ അവിടെ മാനസിക പക്വത ഭയങ്കര. നിങ്ങളോടെ കുട്ടികളായിട്ട് കാണരുത്, മുതിർന്നവരായി കാണും. അവർക്കതിന്റെ ഒരു അംഗീകാരം കൊടുക്കണം. ആ അംഗീകാരം കൊടുത്താലേ ആ നമ്മളെക്കാളും പക്വതയിൽ അവർ പ്രവർത്തിക്കും. അതിൽ യാതൊരു സംശയമല്ല. 9ാം ക്ലാസ്സിൽ പഠിക്കുന്ന ഒരു കുട്ടിയാവും, ഭയങ്കര ദേഷ്യക്കാരനാണ്. വാപ്പിമ്മയും പറഞ്ഞ ഒന്നും കേൾക്കൂല, എല്ലാം പരാജയപ്പെട്ട് എവിടെയെങ്കിലും വല്ല സൈക്യാട്രിക് ഹോസ്പിറ്റലിലും അഡ്മിറ്റ് ആക്കണം എന്നൊക്കെ പറഞ്ഞ് നിൽക്കുകയാണ്. അപ്പൊ അങ്ങനെ ഒന്ന് സംസാരിക്കാൻ വിളിച്ച് ഞാനിങ്ങനെ അവനെ പരിചയപ്പെട്ട് അവൻ എന്നോട് നന്നായി സംസാരിക്കുന്ന ഒരവസ്ഥയിലെത്തിയപ്പോൾ ഞാൻ അവനോടൊരു ചോദ്യം ചോദിച്ചു. ഞാൻ ചോദിച്ച ചോദ്യം എന്താ വെച്ചാല്, വാപ്പിമ്മ അവിടെ പുറത്തിരിക്കുന്നുണ്ടല്ലോ, വാപ്പനും ഇമ്മനെയും വിളിച്ച് ഞാൻ ചോദിക്കുകയാണ്, എന്ത് മോനെ, വാപ്പാനോട് ഉമ്മനോട് ചോദിക്കുക, എന്താണ് നിങ്ങളിപ്പോ ജീവിതത്തിൽ നിങ്ങൾക്കുള്ള ഏറ്റവും വലിയൊരു വിഷമം എന്താണെന്ന് ചോദിച്ചാൽ അവരെന്തായിരിക്കും മറുപടി പറയാണ്? കട ഉണ്ടെന്നോ, അല്ലെങ്കിൽ ഉമ്മാക്ക് മുട്ടുവേദന ഊരവേദന അതുകൊണ്ട് സമയത്ത് ഭക്ഷണം ഉണ്ടാക്കാൻ പറ്റൂലെന്നോ, എന്തായിരിക്കും പറയാ? അല്ലെങ്കിൽ ഇപ്പൊ കച്ചവടം കുറച്ച് മോശമാണ്, ഇപ്പോ എന്തായിരിക്കും വാപ്പയും ഉമ്മയും വലിയ ദുഃഖമായി പറയാന്നാണ്. അതിലവൻ കുറച്ചു നേരം മിണ്ടാതിരുന്നു. അവൻ 2 കണ്ണിലും വെള്ളം നിറഞ്ഞു. അവൻ എന്നോട് പറഞ്ഞു, ഞാനൊന്ന് നേരായി കിട്ടിയാൽ മതി എന്നാ പറയാൻ. 9ാം ക്ലാസ്സിലാണ് ആ കുട്ടി. പിന്നെ ആ കുട്ടി കരഞ്ഞേ നോക്കി നിങ്ങൾ. അവന്റെ ഹൃദയ കവാടങ്ങളെ തുറന്നു. ഞാൻ പിന്നെ കുറച്ചേരനോട് സംസാരിച്ചു. ആ സംസാരങ്ങളൊക്കെ നിങ്ങൾ ശിലകളിൽ, കല്ലുകളിൽ സഹോദരങ്ങളെ നമ്മൾ കൊത്തിവെക്കുന്നതിനേക്കാളും ശക്തമായി അവന്റെ മനസ്സിൽ പതിഞ്ഞു കാണുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. നമ്മുടെ കുട്ടികളെ മനസ്സിന്റെ ഉള്ളിലേക്ക് അങ്ങനെ കടന്നു ചെല്ലാൻ മാതാപിതാക്കളെ നിങ്ങൾക്ക് പറ്റിയാൽ നിങ്ങളുടെ കൺകുളിർമകളായി അവർ വളരും, ഒരു സംശയമില്ല. ഏറ്റവും നല്ല സ്വഭാവം, ഏറ്റവും നല്ല സംസ്കാരം, ഏറ്റവും നല്ല രഹസ്യ ജീവിതം, ഏറ്റവും നല്ല പെരുമാറ്റം സഹോദരങ്ങളെ, അതാണ്, അതിന് പറ്റുന്ന കാര്യങ്ങളാണ് സ്നേഹത്തോടെ യാ ബുനയ്യ യാ ബുനയ്യ എന്ന് വിളിച്ച് ലുക്മാൻ പറഞ്ഞു കൊടുക്കുന്നത്. ഇന്നഹാ ഇൻ തകു മിസ്കാല ഹബ്ബത്തിൻ മിൻ ഖർദലിൻ ഫതകും ഫീ സഖറത്തിൻ ഔ ഫിസ് സമാവാതി ഔ ഫിൽ അർളി യഅതി ബിഹല്ലാഹ് ഇന്നല്ലാഹ ലതീഫുൻ ഖബീർ. പൊന്നുമകനെ, നിന്നിൽ സംഭവിച്ചു പോകുന്ന ഒരബദ്ധം, ഒരു തെറ്റ്, അതെത്ര ചെറുതാണെന്നതല്ല കാര്യം. അതെത്ര ചെറുതാണെങ്കിലും ഒരുപക്ഷേ ആകാശത്തിലോ ഭൂമിയിലോ എവിടെ കൊണ്ടുപോയി വെച്ചാലും ഒരു കടുകുമണിയേക്കാളും നിസ്സാരമാണ്. ചെറുതാണെങ്കിലും അത് അള്ളാഹു കൊണ്ടുവരാതിരിക്കില്ല. യഅതി ബിഹല്ലാഹ് ഇന്നല്ലാഹ ലതീഫുൻ ഖബീർ. അള്ളാഹു സൂക്ഷ്മജ്ഞാനിയാണ്, നിഗൂഢജ്ഞാനിയാണ്. അത് ബോധ്യപ്പെടുത്തി കൊടുക്കുക സഹോദരങ്ങളെ. നമ്മളൊക്കെ എന്താ പറയാ, നമ്മക്ക് ബോധ്യപ്പെട്ടിട്ടുണ്ട്, അവിടെ നീ കേൾക്കണം എന്നാണ്. കേൾക്കൂല. നമ്മക്ക് ബോധ്യപ്പെട്ടിട്ടുണ്ട്, മക്കൾക്ക് ബോധ്യപ്പെട്ടു. അതുകൊണ്ടാണ് നിസ്കരിക്കണം നമ്മൾ പറയും, കുട്ടികളെ നിസ്കരിക്കൂല.
ചിലപ്പോൾ വല്ലാതെ നിർബന്ധിച്ച ഒന്നുണ്ടാക്കി കുറച്ചു നേരം പോയി എന്ന് പോലും. കാരണം അവന് ബോധ്യപ്പെട്ടില്ല. അവന് ബോധ്യപ്പെടണ്ടേ നിസ്കാരം? മനസ്സിലായില്ലേ? അവന് ബോധ്യപ്പെടുമ്പോഴേ അവൻ നിസ്കരിക്കുള്ളൂ. സഹോദരങ്ങളെ, ബോധ്യപ്പെടാതെ നിങ്ങൾ വാപ്പയെന്ന് വിചാരിച്ചിട്ടോ അല്ലെങ്കിൽ നിങ്ങൾ ബസ്സിന് പൈസ കൊടുക്കൂല വിചാരിച്ചിട്ടോ ഒന്നും കുട്ടിക്ക് നിസ്കരിക്കാൻ പറ്റില്ല. ചോറ് ഇല്ലാണ്ടൊന്നും കുട്ടിക്ക് നിസ്കരിക്കാൻ പറ്റില്ല. നിസ്കരിക്കണമെങ്കിൽ നിസ്കരിക്കേണ്ടതിന്റെ ആവശ്യകത അവന് ബോധ്യപ്പെടണം. അതാ ബോധ്യപ്പെടും. നിങ്ങളുടെ പെൺകുട്ടി മുഖമക്കനെ എടുത്ത് മാറത്തേക്ക് വലിച്ചിട്ട് ദേഹത്ത് ഒട്ടിച്ചേരാത്ത ചുരിദാറുമിട്ട് നടക്കണമെങ്കിൽ അത് അവൾക്ക് ബോധ്യപ്പെടണം. എനിക്ക് ബോധ്യപ്പെടാത്തൊരു കാര്യം എന്നെ കൊണ്ട് ചെയ്യിപ്പിക്കാൻ ആര് ശ്രമിച്ചിട്ട് എന്താ കാര്യം സഹോദരങ്ങളെ? ആരും. പടച്ചോനും പോലും അങ്ങനെ പറഞ്ഞിട്ടില്ല. ഖുലിൽ ഹഖ്ഖു മിർ റബ്ബിക്കും ഫമൻ ശാഅ ഫൽയുമിൻ വമൻ ശാഅ ഫൽയക്ഫുർ ഇന്നാ അഅ്തദ്നാ ലിൽ കാഫിരീന നാറാ അഹാത ബിഹിം സുറാദിഖുഹാ. നബിയെ പറയുക, അൽ ഹഖ്ഖു മിർ റബ്ബിക്കും, ഈ സത്യം നിന്റെ റബ്ബിന്റെ അടുക്കൽ നിന്നാണ്. നിന്നെ ഉപദേശിക്കുവാൻ അവകാശപ്പെട്ട നാഥനാണ് ഈ ഉപദേശങ്ങൾ നിങ്ങൾക്ക് തന്നതെന്ന് പറയൂ. ഇതെന്റെ വകയല്ല, ഞാൻ ഉണ്ടാക്കിയതല്ല. നിങ്ങളുടെ രക്ഷിതാവിന് നിങ്ങളോട് പറയാനുള്ള സത്യങ്ങളാണിത്. അതുകൊണ്ട് ഫമൻ ശാഅ ഫൽയുമിൻ വമൻ ശാഅ ഫൽയക്ഫുർ, ബോധ്യപ്പെട്ടവൻ സ്വീകരിച്ചു കൊള്ളട്ടെ, ഉദ്ദേശിച്ചവൻ സ്വീകരിക്കട്ടെ, ഉദ്ദേശിച്ചവൻ അവിശ്വസിക്കട്ടെ. പക്ഷേ വിശ്വസിക്കാനും അവിശ്വസിക്കുവാനും സ്വാതന്ത്ര്യമുള്ളതുപോലെ അവിശ്വാസികൾക്ക് വേണ്ടി ഒരു നരകത്തെ ഞാൻ സജ്ജമാക്കി വെച്ചിട്ടുണ്ട്. ബോധ്യപ്പെടാതെ സ്വീകരിക്കാതെ പോയാൽ ആ നരകത്തിന്റെ തീജ്വാലകൾ അവർക്ക് ചുമരുകൾ തീർക്കും. ആ നരകത്തിന്റെ കവചങ്ങൾ അവരെ വലയം ചെയ്യും. ബോധ്യപ്പെടാതെ ജീവിച്ചാൽ അതിന്റെ ദുരന്തം അവർക്ക് വരിക. സഹോദരങ്ങളെ, മനസ്സിന്റെ ഉള്ളിൽ ബോധ്യപ്പെടുത്തി കൊടുത്താൽ മാറും. എന്തേ പറഞ്ഞത്? മോനെ, വാപ്പിമ്മയും കണ്ടോളന്നില്ല, പക്ഷെ ചെറിയൊരു തെറ്റാണെങ്കിലും അതിന് നിനക്ക് ശിക്ഷ കിട്ടുന്നതാണ്. ഞാൻ വെറുതെ പറയല്ല. MSMന്റെ ക്ലാസ്സുകളിലൊക്കെ നമ്മൾ തന്നെ ബോധ്യപ്പെടുത്തി കൊടുത്താലേ കുട്ടികൾ ഇങ്ങനെ വന്ന് മനസ്സുരുകി സംശയങ്ങൾ ചോദിക്കും. ഞാൻ അങ്ങനെ ചെയ്തു, അങ്ങനെ ചെയ്തു, എന്താ ചെയ്യാ? പുറത്തു കിട്ടുമോ? പടച്ചോൻ പുറത്തു തരൂ? ഇനി അവസാനിപ്പിച്ച പരിഹാരമാവും. കുട്ടികൾ ചോദിക്കണതാ സഹോദരങ്ങളെ ഈ ചോദ്യങ്ങൾ. കുട്ടികൾ ചോദിക്കുന്ന ചോദ്യങ്ങൾ ഞാൻ പറഞ്ഞ ബോധ്യപ്പെടുത്തല്ല. അവരൊന്നും കൊടുത്തി ഓരോ ആയത്ത് നോക്കലെങ്കിൽ സ്നേഹത്തോടെ വിളിക്കും, ബോധ്യപ്പെടുത്തും. അതാണ് സൂറത്തുൽ ലുഖ്മാൻ. വഖ്സിദ് ഫീ മശീക വഗ്ളുദ് മിൻ സൗതിക് ഇന്ന അൻകറൽ അസ്വാതി ലസൗതുൽ ഹമീർ. നമ്മളെ കുട്ടികൾ അഹങ്കാരാണ് സഹോദരങ്ങളെ. നോക്കൂ, നിങ്ങൾ കുട്ടികൾ ഇങ്ങനെ നടക്കുമ്പോൾ നിരീക്ഷിച്ചു. നിങ്ങൾ ആ പാന്റും കുപ്പായൊക്കെ ഇട്ട് നടക്കുമ്പോൾ എന്തൊരു കിബ്ര സഹോദരങ്ങളെ. 10-90 വയസ്സായ ആൾക്കാർ അപ്പുറത്തിരിക്കുന്നു, വേറെ അവിടെ ഇരിക്കണം. ആരോടും ഒരു ബഹുമാനമില്ലാത്ത, ഒരു നിയന്ത്രണമില്ലാത്ത മക്കൾ. അതല്ലേ പുതിയ മക്കള്? വാഹനങ്ങളുടെ ഇടയിൽ കൂടി മോട്ടോർ ബൈക്ക് പോകണമെങ്കിൽ കണ്ടിട്ടില്ലേ? വാഹനങ്ങളുടെ ഇടയിൽ കൂടി ഇങ്ങനെയുണ്ട്. എന്താണ് പോക്കൊക്കെ? അവന്റെ ജീവനോട് പോലും അവന് കടപ്പാടില്ല. സ്വന്തം ജീവനോട് കടപ്പാടില്ല. ബാക്കി പോട്ടെ, വണ്ടി പോട്ടെ സഹോദരങ്ങളെ. അഹങ്കാരത്തിന്റെ മുറിച്ചെടുത്ത പതിപ്പുകളാണ്. ആ ഉപദേശത്തിൽ നോക്ക് നിങ്ങൾ. കുട്ടികളോട് പറയേണ്ടതല്ലേ പടച്ചോൻ പറയുള്ളൂ. വഖ്സിദ് ഫീ മശീക വഗ്ളുദ് മിൻ സൗതിക്, മോനെ ശബ്ദത്തെ നീ താഴ്ത്തണം, നടത്തത്തിൽ നീ മിതത്വം പാലിക്കണം. ഇന്ന അൻകറൽ അസ്വാതി ലസൗതുൽ ഹമീർ, അപശബ്ദങ്ങൾ പുറപ്പെടുവിക്കുക എന്നത് കഴുതയുടെ സ്വഭാവമാണ്. കഴുത ഏറ്റവും വിരൂപമായ ശബ്ദം, ഏറ്റവും പ്രയാസകരമായ ശബ്ദം, ഏറ്റവും അരോചകരമായ ശബ്ദം കഴുതയുടേതാകുന്നു. കഴുതന്റെ ശബ്ദം ഉണ്ടാക്കുന്നത് പോലെയാണ്. എന്താ സഹോദരങ്ങൾ ബോധം? അതൊരു മാറ്റം തന്നെയല്ലേ? യാ ബുനയ്യ അഖിമിസ് സ്വലാ വഅ്മുർ ബിൽ മഅറൂഫി വൻഹ അനിൽ മുൻകർ വസ്ബിർ അലാ മാ അസ്വാബക് ഇന്ന ദാലിക മിൻ അസ്മിൽ ഉമൂർ. ഈ അടുത്ത ദിവസം ഒരു സൈക്കോളജിസ്റ്റിന്റെ ക്ലാസ് കിട്ടുന്നു. അതിൽ അയാള് രക്ഷിതാക്കന്മാരുടെ പണ്ട് നിങ്ങളുടെ കുട്ടികൾക്ക് ഒരു ഉപദേശമേ നിങ്ങൾ നൽകുന്നുവെങ്കിൽ നിങ്ങൾ നൽകേണ്ട ഒരു ഉപദേശം, കുറെ ഉപദേശിക്കാണ്ട് ഇനി ഒന്നേ കൊടുക്കണമെന്നുണ്ടെങ്കിൽ കൊടുക്കേണ്ടത് ഒരു ഉപദേശം കൊടുക്കുകയാണെങ്കിൽ കൊടുക്കേണ്ടത്. എന്തായാലും പറഞ്ഞത് നിങ്ങൾ ആത്മധൈര്യത്തോടെ ജീവിക്കാൻ കൊടുക്കണം. എന്ത് കണ്ടാലും പതറരുത്. ചിലപ്പോൾ വാപ്പിമ്മി മരിക്കണം നേരിട്ട് കണ്ടു എന്ന് വരും, മനസ്സിലായില്ലേ? ചിലപ്പോൾ വലിയ മാരകമായ മാറാത്ത രോഗങ്ങൾ ബാധിച്ചു എന്ന് വരും. ലബോറട്ടറിയിൽ നിന്ന് പരിശോധന ഇറങ്ങുമ്പോൾ ക്യാൻസറാന്ന് ചിലപ്പോൾ കേൾക്കും, ട്യൂമറാന്ന് ചിലപ്പോൾ കേൾക്കും. ഭയങ്കര പരാജയങ്ങൾ വരും.
നല്ല മുതലാളിയായി ജീവിച്ച ആളുകൾ പെട്ടെന്ന് പാപ്പറായി പോവും. എന്ത് സംഭവിച്ചാലും മോനെ ജീവിതകാലം മുഴുവൻ ആത്മധൈര്യം കൈവിടരുത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ചെറിയ കുട്ടിയായ അബ്ദുല്ലാഹി ഇബ്നു അബ്ബാസിന് കൊടുത്തതും അതേ ഉപദേശം. വാഹനം പുറത്തിരുന്നിട്ട് മോനെ, ലോകത്തുള്ളവർ മുഴുവനും നിന്നെ സഹായിക്കാൻ വിചാരിച്ചാലും പടച്ചോൻ വിചാരിച്ചത് നടക്കൂല. ആത്മധൈര്യത്തോടെ ജീവിച്ചു. പടച്ചോൻ തീരുമാനിക്കാത്ത ഒന്നും നിനക്ക് വന്നു ഭവിക്കയില്ല. ഈ ആയത്തിൽ എന്താ പറഞ്ഞത്? വഅ്മുറു ബിൽ മഅറൂഫി വൻഹ അനിൽ മുൻകർ വസ്ബിർ അലാ മാ അസ്വാബക. പൊന്നുമോനെ, നിനക്കെന്തു സംഭവിച്ചാലും നീ ക്ഷമിക്കണം. ഒരുപക്ഷേ വാപ്പയും ഉമ്മയും ജീവിച്ചിരിക്കെ മാരകമായ രോഗങ്ങൾക്ക് നീ അടിമയാകാം. ഞങ്ങളുടെ മരണ ദുരന്തങ്ങളെ നീ കാണേണ്ടി വന്നേക്കാം. താങ്ങാനാവാത്ത എന്തു ജീവിതത്തിൽ വന്നാലും ഫസ്ബിർ അലാ മാ അസ്വാബക, നിനക്ക് സംഭവിച്ചു പോകുന്നതിൽ ആത്മധൈര്യം കൈവിടാതെ നീ ജീവിക്കണം. ഇന്ന ദാലിക മിൻ അസ്മിൽ ഉമൂർ. ഏതു രംഗങ്ങളിലും ആത്മധൈര്യത്തോടെ നിൽക്കുക എന്നത് ഇന്ന ദാലിക മിൻ അസ്മിൽ ഉമൂർ, ഏറ്റവും ദൃഢമായ കാര്യങ്ങളിൽപ്പെട്ടതാണ്. ഒരു വ്യക്തിത്വത്തിൽ ഉണ്ടാവേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട കാര്യങ്ങളിൽപ്പെട്ടതാണ്. സഹോദരങ്ങളെ ബോധ്യപ്പെടുത്തി കൊടുക്കണം എന്നല്ലേ? മക്കൾക്കും കുടുംബങ്ങൾക്കും ബോധ്യപ്പെടുത്തി കൊടുക്കണം. ഞാൻ വിചാരിക്കേണ്ട കാര്യം, സ്വന്തം പ്രായപൂർത്തിയായ പെൺമക്കൾക്ക് പോലും അവരുടെ സുരക്ഷിതത്വത്തിന് വേണ്ട ഒരു ഉപദേശം പോലും കൊടുക്കാത്ത രക്ഷിതാക്കന്മാരെ അവസ്ഥ ആലോചിക്കും. ഒരു പെൺകുട്ടിയാണെന്നറിയില്ല, ഒരു പെണ്ണിന് പെണ്ണാണെന്നറിയാതെ ജീവിച്ച എന്താവും ഇന്നത്തെ അവസ്ഥ സഹോദരങ്ങളെ. കോളേജിൽ നിന്ന് കുട്ടികൾ കോളേജ് വിട്ട് വരുന്നുണ്ടല്ലേ, നമ്മുടെ ഹൃദയം പൊട്ടിപ്പോവും. രണ്ട് ആൺകുട്ടികൾ എങ്ങനെയാണോ ഒരു 4 ആൺകുട്ടികൾ കോളേജ് ക്യാമ്പസിൽ നിന്ന് ഇറങ്ങി വരുന്നത്, എന്റെ വീടിന്റെ മുന്നിലും ബാക്കിലും 2 പ്രൊഫഷണൽ കോളേജുകളാണ്. അവിടുത്തെ പള്ളിക്ക് നിസ്കരിക്കാൻ പോകുമ്പോൾ ഞാൻ എന്നും കാണുന്ന കാഴ്ചയാണ്. എന്ത് തരും? പെൺകുട്ടികളും ആൺകുട്ടികളും തോള് പിടിച്ച് അവർക്ക് ചെയ്യാൻ പറ്റാത്ത ഒന്നുമില്ല നടത്തത്തിൽ. തമാശകളും വർത്തമാനം, ബാക്കും തോണ്ടി മുന്നിൽ തോണ്ടി എന്ത് തമാശകളും വർത്തമാനങ്ങളും, ഒന്നിച്ചിരുന്ന് കൈപിടിച്ച് ഷൈക്കാൻഡ് കൊടുത്ത്, ഇതൊക്കെ മഫ്തട്ട കുട്ടികൾ. അപ്പൊ എന്താ സഹോദരങ്ങളെ, ഒന്നും പഠിപ്പിച്ചു കൊടുത്തില്ല. സഹോദര, സൂറത്ത് നൂർ എടുത്തു വെച്ചിട്ട് മഹറം ആരാണെന്ന് പോലും പറഞ്ഞു കൊടുത്തില്ല. വിവാഹം നിഷിദ്ധമാക്കപ്പെട്ട ആളുകൾ ഇന്നവരാണ്, ഇവരോട് പെരുമാറുന്ന പോലെ ഇവരോട് പെരുമാറാൻ പറ്റുകയില്ല എന്ന് പോലും ഒരു ഇസ്ലാമിക കുടുംബത്തിൽ ജീവിച്ചു വളർന്നിട്ട് അറിയാത്ത പെൺകിടാങ്ങൾ ഒന്നും പഠിപ്പിച്ചു കൊടുത്തില്ല സഹോദരങ്ങളെ. ഭാവി തലമുറയെ നാം കുറ്റം പറയുന്നതിൽ എന്താർത്ഥം? പെരുന്നാളിന്റെ അന്ന് ഒരു പെൺകുട്ടിനെ വീട്ടിലേക്ക് കൂട്ടിക്കൊണ്ടുപോകാൻ വേണ്ടി വന്നിരിക്കുകയാണ് ഒരാൾ മോട്ടോർ ബൈക്ക്. ആരാ വന്നറിയങ്ങള്? എളാപ്പാന്റെ മോൻ. എളാപ്പാന്റെ മോനാണ് കൂട്ടിക്കൊണ്ടുവരാൻ. ഇവിടുന്ന് ആരാ യാത്ര അയക്കണത്? ഭർത്താവും ഭർത്തൃ വീട്ടുകാരും. ആരെ ബൈക്കുമേ? എളാപ്പാന്റെ മോനെ ബൈക്ക്. സഹോദരങ്ങളെ, എളാപ്പാന്റെ മകൻ ഇവിടെ വിവാഹം കഴിക്കാം, അറിയില്ലേ ഇസ്ലാമില്? നമ്മളെ മോളെ വിവാഹം കഴിക്കാൻ അനുവാദമുള്ള ചെറുപ്പക്കാരന്റെ മോട്ടോർ ബൈക്ക് നമ്മൾ അവളെ കയറ്റിയിടുകയാണെങ്കിൽ എന്താണ് സഹോദരങ്ങളെ നമ്മുടെ ഇസ്ലാമിക ബോധം? ഒന്നും പഠിക്കേണ്ടെന്നും ഒന്നും അറിയേണ്ടെന്നും ഇനിയും പറഞ്ഞുകൊണ്ടിരിക്കുന്നു ആളുകൾ. വിശുദ്ധ ഖുർആനിലെ 24-ാമത്തെ സൂറത്തെങ്കിലും പരിഭാഷ വായിച്ചില്ലെങ്കിലും സഹോദരങ്ങളെ അർത്ഥമെങ്കിലും പഠിക്കൂ. ഇസ്ലാമിന്റെ വിഷയങ്ങളെ കുറിച്ചുള്ള നല്ല അറിവ് നമുക്കില്ലെങ്കിൽ അപകടങ്ങൾ സംഭവിക്കും. എന്തെങ്കിലും കേട്ടാ പോലെ സഹോദരങ്ങൾ, എവിടെയെങ്കിലും പ്രസംഗത്തിന് പോകുക, എന്നിട്ട് ആരെങ്കിലും എന്തെങ്കിലും പരതുന്നല്ല നമ്മൾ കേൾക്കണം. നമുക്ക് നമ്മുടെ കുടുംബത്തിലും കുട്ടികളിലും വൈവാഹിക ബന്ധങ്ങളിലും അറിയേണ്ടല്ലേ ഇസ്ലാമിലെ ഹദീസും ആയത്തും നമുക്ക് അറിയണം. അതിന് പറ്റിയ പുസ്തകം വാങ്ങി നമുക്ക് പഠിക്കണം. കൊടുക്കേണ്ട ഉപദേശങ്ങളെ കൃത്യം നിങ്ങൾക്കറിയോ? ഞാൻ ഞെട്ടിപ്പോയി സഹോദരങ്ങളെ. 7 വയസ്സ് കഴിഞ്ഞാൽ പിന്നെ ആൺകുട്ടികളെയും പെൺകുട്ടികളെയും വേറെ കടത്തണമെന്ന് റസൂലുള്ള 7 വയസ്സാകുമ്പോൾ നിസ്കരിക്കണം എന്ന് പറഞ്ഞതിന്റെ ഒപ്പം പറഞ്ഞതാണ്. ഒരു കുടുംബത്തിൽ നിന്നുള്ള വിവരം അടുത്ത ദിവസം ഞാൻ കേട്ടെന്താ നിങ്ങൾ? ഹൈസ്കൂളിൽ പഠിക്കുന്ന ജ്യേഷ്ഠനും അനുജത്തിനും ഒന്നിച്ചൊരേ കട്ടിലിൽ ഒരേ പുതപ്പിൽ ഒരേ വിരിപ്പിൽ. മാതാപിതാക്കന്മാർക്ക് വിവരമില്ലെങ്കിൽ എന്താണ് ഇവിടെ സംഭവിക്കാത്തത് സഹോദരങ്ങളെ? എന്താണ് ഇവിടെ സംഭവിക്കാത്തത്? ഞാൻ പറഞ്ഞ പുതിയ തലമുറയെ കുറ്റം പറയുന്നതിൽ ഒരർത്ഥമില്ല. ഒരു വാപ്പയായി ഉമ്മയായി എന്നതിലുപരി സ്വന്തം പൊന്നോമന മക്കൾക്ക് നൽകേണ്ട അടിസ്ഥാന ഉപദേശങ്ങൾ പോലും മക്കൾക്ക് പറഞ്ഞു കൊടുക്കാത്തവർ
സഹോദരങ്ങളെ, ഉത്തരവാദികളാണ്.